ഒറ്റയ്ക്ക് വന്നവനാടാ, കേട്ടോടാ. ഹലോ ഡിയേഴ്സ്, നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രത്യേകത, നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ദാസൻ്റെയും വിജയൻ്റെയും മക്കൾ ഒത്തുചേർന്ന ഒരു സിനിമ എന്നുകൂടെ പറയാം. ഇന്ന് റിലീസായി, ഇപ്പോൾ കണ്ടിറങ്ങി വന്നേ ഉള്ളൂ. കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടിറങ്ങിയ ഒരു പ്രത്യേകതരം സുഖം. തിയേറ്ററിലിരുന്നവരെല്ലാം കൈയടിച്ചുകൊണ്ടാണ് ആ പടം അവസാനിച്ചത്. അതായത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ ആ പുള്ളിയുടെ ഗ്രാഫ് അതുപോലെ നിലനിർത്തി എന്ന് വേണം പറയാം. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസനാണ് ഇതിനകത്ത് തകർക്കുന്ന ഒരു മനുഷ്യൻ. ധ്യാൻ ശ്രീനിവാസൻ്റെ കരിയർ ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. അതിനകത്ത് ചെറുപ്പക്കാരനായിട്ട് പഠിക്കുന്ന സ്കൂൾ പ്രായം തൊട്ട് കോളേജ് കാലഘട്ടം, പിന്നെ പ്രായമായ സംഭവം, ഇതെല്ലാത്തിലും കാലഘട്ടങ്ങളെല്ലാം ധ്യാൻ ശ്രീനിവാസൻ മികച്ച രീതിയിൽ അഭിനയം കാഴ്ചവെച്ചു. അതിനകത്ത് ക്ലോസപ്പ് ഷോട്ടുകളിലൊക്കെ പുള്ളിയുടെ അഭിനയം ശരിക്കും അറിയാൻ പറ്റി. കാരണം നല്ലൊരു സംവിധായകൻ്റെ കയ്യിലോട്ട് കിട്ടി എങ്ങനെ അഭിനയിച്ചു എന്ന് അതിനകത്ത് മനസ്സിലാക്കി. പിന്നെ പ്രണവ് മോഹൻലാലിനെ പറ്റി പറയാം, പുള്ളിയുടെ ആ സെയിം ടൈപ്പുള്ള ഒരു അഭിനയം എങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കല്യാണിയും അതുപോലെ തന്നെ. അവർ തമ്മിലുള്ള കുറച്ച് പ്രണയ സീനുകളൊക്കെ മാത്രമേ ഇച്ചിരി ലാഗ് അടുപ്പിച്ചു. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, ആദ്യത്തെ കുറച്ച് സീനുകൾ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ വിനീത് ശ്രീനിവാസൻ്റെ ആ സ്ഥലമായ ചെന്നൈയിലേക്ക്, പുള്ളിയുടെ ടിപ്പിക്കൽ പ്ലേസ് ചെന്നൈയിലേക്ക് നമ്മൾ എത്തിക്കുമ്പോഴുമ്പോൾ പിന്നെ പടത്തിൻ്റെ ട്രാക്ക് മാറുകയാണ്. പടം നല്ല സ്പീഡിൽ പിന്നെ കയറിപ്പോവും. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരുവിധം മിശ്രിതമായി, കുറച്ച് തുടക്കത്തിൽ ലാഗും പിന്നെ ഇച്ചിരി സ്പീഡൊക്കെ വന്നൊരുവിധം കുഴപ്പമില്ലാതെ പോയെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പടം പിന്നെ അങ്ങ് കത്തിക്കയറുവാണ്. അത് കത്തിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ മറ്റാരുമല്ല, നമ്മുടെ നിവിൻ പോളിയുടെ അങ്ങ് അഴിഞ്ഞാട്ടമാണ്. ഒരു രക്ഷയില്ല. നിവിൻ പോളി അങ്ങ് തകർത്തു എന്ന് പറഞ്ഞാൽ തകർത്തു. പുള്ളിയുടെ ഓരോ സീനുകൾക്കും കൈയടിയായിരുന്നു. പുള്ളിയുടെ ഡയലോഗുകൾ സെൽഫ് ട്രോളുകൾ ചെയ്ത് നിവിൻ പോളി തകർത്തു എന്ന് വേണം പറയാം. അതിനകത്ത് വിനീത് ശ്രീനിവാസൻ്റെ പല സീനുകളിലും സെൽഫ് ട്രോളുകൾ ഇതിനകത്ത് ഒരുപാട് സംഭവം ഇട്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് പല കാര്യങ്ങളും, സിനിമയ്ക്കുള്ളിലെ പല കാര്യങ്ങളും ഹാസ്യവൽക്കരിച്ച് പറയുകയും പലരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന പല സംഭവങ്ങളും ഇതിനകത്തുണ്ട്. നിവിൻ പോളിയുടെ കേസിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലാണ്. പുള്ളിയുടെ കുറേ നാൾക്ക് പടം ക്ഷീണിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി ഈ പടത്തിലോട്ട് വന്നപ്പോൾ പുള്ളി വേറെ ലെവലായി. അതാ പുള്ളി തന്നെ പടത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ആ പടം നിങ്ങൾ കാണണം. ഈ നിവിൻ പോളിയുടെ ഒരൊറ്റ പെർഫോമൻസ് വേണ്ടി തന്നെ ഈ പടം ഉറപ്പായിട്ടും പോയി കാണാൻ പറ്റും. അതുപോലെ തന്നെ മുതലാവുന്ന ഒരു രീതിയിലാണ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും പടം കയറി കൊളുത്തിയിട്ടുണ്ട്. ഓവറോൾ പറഞ്ഞാൽ പടം ഒരുവിധം ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല മൂവിയാണ്. പിന്നെ ബേസിൽ ജോസഫ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെയും അഭിനയം എന്ന് പറയാം. വിനീത് ശ്രീനിവാസൻ ആൻഡ് ടീം, പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട്സും കൂടെ ചേർന്നെടുത്ത ഒരു മനോഹരമായ സിനിമയ്ക്കുള്ളിലെ കഥ പറയുന്ന ഒരു സിനിമ, അത്ര തന്നെ പറയാം. കാരണം രണ്ടുപേർ ചെന്നൈയിലേക്ക് സിനിമയുടെ ആഗ്രഹങ്ങളുമായി എത്തിച്ചേരുന്ന കുറച്ച് അതും പശ്ചാത്തലമായിട്ട് പഴയ ഉദയനാണ് താരം എന്നൊക്കെ അതിൽ നിന്നും ചെറിയ സംഭവങ്ങളൊക്കെ കൺസെപ്റ്റൊക്കെ എടുത്ത പോലെ നമുക്ക് തോന്നാം. എങ്കിലും പടം വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിനകത്ത് ക്ലൈമാക്സ് സീനിന് തൊട്ടുമുമ്പുള്ള ഒരു സീൻ കാണിക്കുന്നതൊക്കെ വളരെ സൂപ്പറാണ്. ഒറ്റയ്ക്ക് വന്നവനാടാ, കേട്ടോടാ പട്ടികളെ. ഇത് നിവിൻ പോളിക്ക് വേണ്ടിയുള്ള സംഭവമാണ്. നിവിൻ പോളിയുടെ ഇതൊക്കെ പടത്തിലെ തകർക്കുന്ന സീനുകളാണ്. കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ശ്രീനിവാസൻ കൊണ്ടുവന്ന ഓരോരോ കഥാപാത്രങ്ങളുടെയും ചെയ്ത സംഭവങ്ങൾ വെച്ച് അതെല്ലാം മാഞ്ഞു പോവുകയാണ്. കാരണം നീരജ് മാധവ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ബേസിൽ ജോസഫ്, ഷാൻ റഹ്മാൻ, നിവിൻ പോളി, ഇവരൊക്കെ വന്ന് പടം അങ്ങ് ഏറ്റെടുത്ത് തകർക്കുകയാണ്. എന്തായാലും പടം ഓവറോൾ ഹിറ്റായി. ഇതുപോലെ കരിയോഗ്രാഫി ഉയർത്തി വിനീത് ശ്രീനിവാസൻ്റെ ഇനി അടിപൊളിപ്പെടും. പുള്ളിയുടെ ഒരു മാജിക് എന്ന് തന്നെ വേണം പറയാം. കാരണം വിനീത് ശ്രീനിവാസൻ്റെ പടങ്ങൾ അങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ മുഷിച്ചിലുണ്ടാക്കാറില്ല. എല്ലാ പടവും പുള്ളി അതിൻ്റെ പുള്ളിയുടെ ഗ്രാഫ് പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ വളരെ ഒരു കഴിവുണ്ട്. എന്തായാലും എല്ലാവരും പോയി കാണുക. പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ല പടമാണ്. ഓക്കെ, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും കാണാം കേട്ടോ.